പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് അറ്റോമിക് മാസ്, ഹെൻറി മോസ്ലി ബി ആണ്, അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അസേർഷനും റീസണും തന്നിട്ടുണ്ട്. അസേർഷൻ, an atom is electrically neutral. Reason, the total number of positive charge and negative charge in an atom is different. ഓപ്ഷൻ എ ആണ് ഉത്തരം. A is correct but R is not correct. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, some statements are given below. Select the related to Niels Bohr atom model. Niels Bohr atom modelലുമായി താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Electron revolve around the nucleus of an atom in definite orbit. As the distance from the nucleus increases, the energy of the orbit decreases. As long as the electron revolve in a particular orbit, their energy does not change. ഇതിൽ ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 and 3 കറക്റ്റ് ആണ്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയിലെ മെറ്റലോയിഡ് ട്രാൻസിഷൻ എലമെന്റ് ആക്ടിനോയിഡ്സ് തന്നിട്ടുണ്ട്. ബിയില് വനേഡിയം, യുറേനിയം, സോഡിയം, സിലിക്കോൺ ആണ് തന്നിരിക്കുന്നത്. മെറ്റലോയിഡ് സിലിക്കോൺ ആണ്, ട്രാൻസിഷൻ എലമെന്റ് വനേഡിയം ആണ്, ആക്ടിനോയിഡ് യുറേനിയം ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂദർഫോർഡ് ഈസ് എ സയന്റിസ്റ്റ് ഹു പ്രൊപ്പോസ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പ്രൊപ്പോസ് ചെയ്തതാണ് ആരെന്ന് പറയുന്നത്? റൂദർഫോർഡ് എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് സെന്റർ ഓഫ് ദ ആറ്റം. സെന്റർ ഓഫ് ആറ്റം ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിന്റെ സെന്റർ ന്യൂക്ലിയസ് ആണ്. വാട്ട് ഇസ് ദ ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സം ആറ്റംസ് ആർ ഗിവൺ. ഇവിടെ കുറച്ച് ആറ്റംസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? ഈ ആറ്റത്തിന്റെ ഒക്കെ മാസ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. അതായത് സെയിം മാസ് നമ്പർ ആണ്. ബൈ വാട്ട് നെയിം ആർ ദിസ് ആറ്റംസ് ആർ ജനറലി നോൺ ആസ്? എന്താണ്? സെയിം മാസ് നമ്പർ ആണെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് ഐസോബാർ. സെവൻത്ത്, എലമെന്റ് ആർ ബിലോങ് ടു ദ സെക്കൻഡ് പീരീഡ് ആൻഡ് 16th ഗ്രൂപ്പ് ഓഫ് ആൻ പീരിയോഡിക് ടേബിൾ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 16ാമത്തെ ഗ്രൂപ്പിലെ സെക്കൻഡ് പീരീഡിൽ വരുന്ന ഒരു ആർന്ന് തന്നിരിക്കുന്ന അത് എലമെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. വാറ്റ് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്? ഈ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, ഓക്സിജൻ ആണ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ഇറ്റ്സ് പീരീഡ്. നിയോൺ ആണ് വരുന്നത്. 2, 8, 8, 2, 10 ആണ് കേട്ടോ. അപ്പോ കെയില് 2ഉം എല്ലില് 8ഉമാണ്. നിയോൺ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, some observations of Rutherford's Godfoil experiments are given below. റൂദർഫോർഡിന്റെ ഗോഡ്ഫോയിൽ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ കൺക്ലൂഷൻ arrived at from the this observation. ഈ ഒബ്സർവേഷന് ശേഷം വരുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ എ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. മിക്ക ആൽഫ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നു? ഗോൾഡ് ഫോയിൽ വഴി പാസ് ചെയ്യുന്നു, ഒരു ഡീവിയേഷനും ഇല്ലാതെ. അപ്പോ അതിന്റെ കൺക്ലൂഷൻ. രണ്ടാമത്തത്, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബാക്ക് അറ്റ് ആൻ ആംഗിൾ 180 ഡിഗ്രി. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. അത് ഏതാണ്? അറ്റ് ആൻ ആംഗിൾ 180 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ ഉത്തരം മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി. കാരണം എന്താണ്? ആറ്റത്തിന്റെ മോസ്റ്റ് സ്പേസും എന്താണ്? എംപ്റ്റി ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ എന്തുകൊണ്ടാണ്? 180 ഡിഗ്രിയിൽ ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ മാസ് ഓഫ് ദ ആറ്റം ആർ ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ സെൻട്രൽ റീജിയൻ, ദ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ്. നെക്സ്റ്റ്, 9ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു 2 മെറിറ്റ് എഴുതുക. അല്ലെങ്കിൽ റൈറ്റ് എനി 2 ഡ്രോബാക്സ് ഓഫ് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ 2 ഡ്രോബാക്സ് എഴുതുക. അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തൊക്കെയാണ്? എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ വിച്ച് ഈസ് മോർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് an element than atomic mass. It naturally groups isotopes together in the same position and clearly separated metals, non-metals and metalloids. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഡ്രോബാക്സ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്, isotopes of the same element were not given separated position despite having different atomic mass. The position of hydrogen was anomalous as it resembled both alkali metals and halogen. Next, 10th question. 10th question, some of the characteristics of cathode rays are given. How were the following proved? ഇവിടെ കാഥോഡ് റേസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. കാഥോഡ് റേസ് ഹാവ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് റേസ് ഹാവ് എ മാസ്. ഇത് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞേക്കാണ്. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ,
10ാമത്തെ ക്വസ്റ്റ്യനില് എന്താണ് കാഥോഡ് റേസ് ഹാവ് എ നെഗറ്റീവ് ചാർജ് ബിക്കോസ് ദേ ഡിഫ്ലക്ട് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് പാസ് ത്രൂ ആൻ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഡിഫ്ലക്ട് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും ആൻഡ് പാസ് ത്രൂ ആൻ ഇലക്ട്രിക് ഫീൽഡ് വഴി പാസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നാണ് പറയുന്നത് ബിക്കോസ് ദേ ആർ കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ് എ ലൈറ്റ് പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത് പ്രൂവിംഗ് ദേ പോസസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഉണ്ടെന്നത് പ്രൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The electron configuration of some elements are given below. Symbols are not real. ഇവിടെ P 28, Q 27, R 21 എന്ന് പറഞ്ഞു. Which of the elements has the largest atomic size? Write this reason. R നാണ് largest atomic size ഉള്ളത്. Reason എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് largest atomic size element R നാണ്? Reason, as you move from left to right across the period, the atomic size decreases due to an increase in effective nuclear charge. Since PQ and R all belong to the second period, R is the extreme left and therefore the largest. Ni 11ാമത്തെ B question. The atomic numbers of some elements are given below. Symbols are not real. X 11, Y 14, Z is 17. Arrange this element in decreasing order of their atomic size. ഏറ്റവും വലുത് ഏതാണ്? എക്സ്, വൈ, പിന്നെ ഇസഡ്. ഏറ്റവും ചെറുത് ഇസഡ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. എക്സ്, വൈ, ഇസഡ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ അറ്റോമിക് സൈസ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്? റൈറ്റ് ദ റീസൺ. അറ്റോമിക് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അറ്റോമിക് സൈസ് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇനി ഗ്രൂപ്പില് എന്താണ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. റീസൺ എന്താണെന്ന് 11ാമത്തെ B ക്വസ്റ്റ്യൻ. റീസൺ എന്താണെന്നാണ്. എന്തുകൊണ്ടായിരിക്കും? As we move from top to bottom in a group, atomic size increases. This is because new electron shells are added, increasing the distance between the nucleus and the outermost electron. കാരണം എന്താണ്? ന്യൂ ഇലക്ട്രോൺ ഷെൽസ് ആഡ് ചെയ്യപ്പെടും. ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. Symbols of few elements are given below. ഇവിടെ കുറച്ച് എലമെന്റ്സിന്റെ സിമ്പിൾസ് തന്നിട്ടുണ്ട്. A question, identify and round down the pair of isotopes. Pair of isotopes ഏതൊക്കെയാണ്? ഇതാണ് ഓക്സിജൻ A8 ഉം 17 ഉം ഓക്സിജൻ 8 ഉം 16 ഉം. ഇതാണ് എന്തെന്ന് പറയുന്നത്? പെയർ എന്ന് പറയുന്നത്. ഓക്കെ, പെയർ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ പെയർ ഓഫ് ഐസോടോപ്സ്. ഐസോടോപ്സിന്റെ പെയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് പെയർ. ഈ പെയർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ എന്താണ്? ഇത് ഐസോബാർ ആണ് അല്ലേ? കാരണം മാസ് നമ്പർ സെയിം, അറ്റോമിക് നമ്പർ ഡിഫറെന്റ്. അപ്പൊ ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് ഏഴാ ഉത്തരം. റീസൺ, സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. C question, which isotope is used to detect leaks in industrial pipeline? Industrial pipelines-ന്റെ ലീക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സോഡിയം 24 ആണ്. ഇനി B question, protium, deuterium and tritium are isotopes of hydrogen. In isotopes, which particle differ in number? Neutrons ആണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. Write the mass number of tritium. 3 ആണ്. Which isotopes of hydrogen is present in heavy water? Deuterium ആണ്. 13ാമത്തെ question. A part of the periodic table is given where atomic numbers of A and G are shown. ഇനി ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. സിമ്പിൾസ് റിയൽ അല്ല. ഇനി A question, in which group of does element E belong? ഈ വരുന്നത് ഏതിലാണ്? ഗ്രൂപ്പ് 13ലാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ബിലോങ്ങിങ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ പീരിയഡ് ഓഫ് എലമെന്റ് G. ഏതാണെന്ന് നോക്കാം. ഏതാണ്? 15ാമത്തെ B ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതാം. സോറി, 13 ആണ് കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യന്റെ 2, 8, 1 എന്നാണ്. 2, 8, 1 എന്നാണ്. കാരണം എലമെന്റ് G ഹാസ് അറ്റോമിക് നമ്പർ 15 ആണ്. Placed in period 3ലാണ്. The first group element in period 3 in sodium with atomic number 11. 2, 8, 1 ആണ്.
What is the atomic number of the halogen atom in the period containing element C? 9 ആണ്. 14th question. The atomic number of an atom is 18 and its mass number is 40. What is its nuclear charge? 18. Positive 18 ആണ്. Illustrate its orbit electron configuration. എങ്ങനെയായിരിക്കും? 2 8 8 കെയില് എല്ലില് എമ്മില് 2 8 8 8 2 10 10 8 18. The question, an atom has 15 proton and 16 neutron. Illustrate the orbit electronic configuration. എങ്ങനെയാണ്? 8 2 10 5 15. അപ്പൊ 2 8 5. Which is the shell with the lowest energy in this atom? K ഷെല്ലിലാണ്. K ഷെല്ലിലാണുള്ളത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യനില് the mass number and number of neutrons of some elements are given. mass numberും ചില ന്യൂട്രോൺസിന്റെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. ചില എലമെന്റ്സിന്റെ ടേബിൾ നോക്കുക. which of these elements belongs to the same period? സെയിം പീരീഡിൽ വരുന്നത് എല്ലും എന്നും ആണ്. what is the atomic number of element K? കെയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. കെയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. ഇനി which is the noble gas amongst these? ഇതില് which is the noble gas? noble gas വന്നത് ഏതാണ്? N ആണ്. N ആണ് 10 അല്ലെ? N ആണ് വന്നത്. 16ാമത്തെ some elements and their electronic configurations are given. കുറച്ച് എലമെന്റ്സ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എക്സ് വൈ ഇസഡ്. which of this element has the highest stability? write the reason. ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ളത് വൈക്കാണ്. 2 8. കാരണം എന്താണ്? 8 ലാസ്റ്റ് ഇറ്റ് ഹാസ് 8 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ ഇലക്ട്രോൺ ആർ നീഡഡ് ടു ഇസഡ് ടു ഗെറ്റ് സ്റ്റെബിലിറ്റി? ഇസഡിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസും കൂടി വേണം? 2 ഇലക്ട്രോൺസ്. എന്നാലാണ് 6 + 2 8 ആവുള്ളൂ. അപ്പോ 2 ഇലക്ട്രോൺസും കൂടെ വേണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ എം ഷെൽ ഓഫ് an atom contain 3 electron. എം ഷെൽ ഓഫ് an atom contain 3 electron. ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഷെൽ വിത്ത് ദ ഹയസ്റ്റ് എനർജി? എത്രയാണ്? 3 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ സിംബൽ ഓഫ് ദിസ് എലമെന്റ്. അലൂമിനിയം ആണ്. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ ദിസ് പീരീഡ്? 8 എലമെന്റ്സ് ആണുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, an element belonging to third group has electron distributed in 4 shell. The filling of the last electron take place in penultimate shell ആണ്. ബി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഓഫ് എലമെന്റ് ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെന്റ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി. ഈ ഫാമിലിയിലെ എലമെന്റ്സിന്റെ ഒന്ന് ദേ ആർ ഓൾ മെറ്റൽസ്. ഇതെല്ലാം മെറ്റൽസ് ആയിരിക്കും. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുപോലെ ഹൈ ബോയിലിംഗ് പോയിന്റും ആണ്. ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്നത് ഗ്രൂപ്പ് 1ഉം 2ഉം പിന്നെ 30 to 18 ആണ്. ടു വിച്ച് ഗ്രൂപ്പ് ടു alkaline the earth? alkaline earth metals വരുന്നത് ഗ്രൂപ്പ് 2ലാണ്. സി റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ഷോ റെഗുലർ വേരിയേഷൻ ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗൈൻ. താങ്ക് യു.